ഇന്ന് ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. ലോകമെമ്പാടുമുള്ള പിതൃസ്നേഹികളായ മക്കൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആയി ആഘോഷിക്കും. ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഒരുപക്ഷെ നമ്മുടെ സമ്പാദ്യമൊക്കെ, നമ്മുടെ ബാങ്ക് ബാലൻസൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും സമ്പാദിക്കാം. ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് വേറൊരു ജോലി കണ്ടെത്താം. പക്ഷേ ചെറുപ്പം മുതൽ നമുക്ക് നമ്മുടെ അച്ഛൻ പഠിപ്പിച്ചു തന്ന മൂല്യങ്ങൾ അവ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ നഷ്ടപ്പെടും. ഞാൻ ഏതാണ്ട് 10-71 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, സമ്പത്ത്, സാങ്കേതികവിദ്യ, ജീവിതത്തിലെ അത്യാധുനികമായ ഫാഷൻ ട്രെൻഡുകൾ, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ജീവിച്ച ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരിൽ പൊതുവായി കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ശക്തമായ വാല്യൂസ് ഉണ്ടായിരുന്നു. ദേ വെർ ഓൾ ഹാവിങ് സോളിഡ് വാല്യൂസ് ഇൻ ലൈഫ്. ശക്തമായ മൂല്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ആശയസംവാദങ്ങൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മൂല്യങ്ങൾ അവർക്കവരുടെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതായിരുന്നു. അപ്പം ആ മൂല്യങ്ങളിലേക്ക് ആദ്യ ഗുരു എന്ന് പറയുന്നത് പലപ്പോഴെന്നല്ല എപ്പോഴും സ്വന്തം പിതാവായിരുന്നു. അപ്പം അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് വെറും പണം സമ്പാദിക്കാനല്ല. അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് വാക്ക് പാലിക്കാനാണ്, സത്യസന്ധതയോടെ ജീവിക്കാനാണ്, ദയ, കാരുണ്യം ഇതൊക്കെ കാണിക്കാനാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാനാണ്, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനാണ്. ഇനി അഥവാ നമ്മൾ ജീവിതത്തിൽ വീണുപോയാലും പൂർവാധികം ശക്തിയോടെ വീണ്ടും എഴുന്നേൽക്കാനാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ധർമ്മവും സ്വഭാവവുമാണ് ജീവിതത്തെ മഹത്വത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഗീത ഉദ്ഘോഷിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഓണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ. അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാൻ പറയുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹ് ഹാവ് മേഴ്സി അപ്പോൺ ദം ആസ് ദേ ബ്രോട്ട് മീ അപ്പ് വെൻ ഐ വാസ് സ്മോൾ. ചെറുപ്പത്തിൽ അവരെന്നെ കൈപിടിച്ച് വളർത്തിയതുപോലെ, ദയോടെ അവരെന്നെ വളർത്തിയതുപോലെ നീ അവരോടും ദയ കാണിക്കണമേ ഭരണകാരുണികനായ അല്ലാഹുവേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഗീതയും ബൈബിളും ഖുറാനും ഈ മഹത് ഗ്രന്ഥങ്ങളൊക്കെ ഒരേ മഹാസത്യം പറയുന്നു: മാതാപിതാക്കളെ ബഹുമാനിക്കും. ഇന്നിപ്പോൾ നാം ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ ക്യാരക്ടർ ഇൻ്റലിജൻസ് ഇവിടെ ഒട്ടും കുറഞ്ഞു പോകരുത്. ഒരു ബിസിനസ്സുകാരൻ്റെയും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഒരു കുടുംബനാഥൻ്റെയും ഒക്കെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് അല്ല, അവൻ്റെ മൂല്യങ്ങളാണ്, അവൻ്റെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയുടെ വിത്ത്, ആ മൂല്യങ്ങളുടെ വിത്ത് പലപ്പോഴും ഒരച്ഛൻ്റെ കൈകളാലാണ് നമ്മളിൽ നട്ടുപിടിപ്പിക്കപ്പെട്ടത്. നിങ്ങളുടെയൊക്കെ അച്ഛൻ ഇന്ന് കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം പകർന്നു തന്ന ആ വലിയ മൂല്യങ്ങൾക്കെല്ലാം ഒരു നന്ദി പറയും. ഇനി എന്നെപ്പോലെ അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ആ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കും. കാരണം ഒരു നല്ല അച്ഛൻ മക്കൾക്ക് സ്വത്ത് മാത്രമല്ല നൽകുന്നത്, തലമുറകളെ നയിക്കുന്ന മൂല്യങ്ങൾ കൂടി നൽകും. Wealth can build a house, power can build an empire, but only values can build a legacy. എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു വെരി മച്ച്.